നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പഞ്ചായത്തിലെ വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ഉപയോഗിച്ച് പറപ്പൂക്കര പഞ്ചായത്തിലെ നെല്ലായി വയലൂർ റോഡിന്റെ നവീകരണം ആരംഭിച്ചു. ആയുർവേദം മാനവരാശിക്കും മനുഷ്യനും എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ആയുർവേദ ദിനത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ജീവിതോത്സവം 2025 പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. കൊടകര പഞ്ചായത്തിലെ വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. പേരാമ്പ്രയിൽ നടത്തിയ പ്രതിഷേധ ജ്വാലയ്ക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, ജസ്റ്റിൻ ഡൊമിനിക്, ബൈജു അറക്കൽ, പ്രനില ഗിരീശൻ, PK അരുൺകുമാർ, VR രഞ്ജിത്ത്, ജോയ് ചെമ്പകശ്ശേരി, പോൾ മംഗലൻ, ജോസ് കോച്ചക്കാടൻ, സിജോ മാത്തള, മോളി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയുടെ പേര് തന്നെ പ്രതിഷേധ ജ്വാല എന്നാണ്. നിങ്ങളേവരും അറിഞ്ഞു കാണും. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്തിലാകെ ഒരു പദയാത്ര നടത്തുകയുണ്ടായി, ഒരു കാൽനട ജാഥ. കൊടകര പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസനം ജനങ്ങളോട് പറഞ്ഞ് നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പഞ്ചായത്തിൻ ദുർഭരണം, പഞ്ചായത്തിൻ ദുർഭരണം, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ഉപയോഗിച്ച് പറപ്പൂക്കര പഞ്ചായത്തിലെ നെല്ലായി വയലൂർ റോഡിന്റെ നവീകരണം ആരംഭിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശൈലജ ടീച്ചർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, A രാജീവ് എന്നിവർ സംസാരിച്ചു. ആയുർവേദം മാനവരാശിക്കും മനുഷ്യനും എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ആയുർവേദ ദിനത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു. നടുവിലാലിൽ നിന്നും ആരംഭിച്ച റാലി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് റാലി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരവും പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബീന കുമാരി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ആര്യ സോമൻ, കിസാർ സൂപ്രണ്ട് ഡോക്ടർ KP സുധീർ കുമാർ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A രാഖി, RVDA മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നേത്രാദാസ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. കണ്ണംകുഴിയിൽ ആരംഭിച്ച ക്യാമ്പ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തന വിഭാഗം HOD ഡോക്ടർ പ്രീത മേനോൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തന വിഭാഗം അധ്യാപകനായ അമൽ V അനിൽ, ക്യാമ്പ് കോർഡിനേറ്ററായ EM അമൃത എന്നിവർ സംസാരിച്ചു.
വളരെയേറെ രൂപമെടുക്കുന്നറിയില്ല നമ്മളൊക്കെ ഉപയോഗിച്ച് ശബ്ദത്തോട് എന്ത് ആലോചന നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പുതിയ നൂതനാശയങ്ങൾ സാമൂഹിക രംഗത്തുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കണം മാത്രം പറഞ്ഞു. കണ്ണൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന തൃശൂർ റവന്യൂ ജില്ല അണ്ടർ-19 വിഭാഗം പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീം കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. ജില്ലാ ടീമിൻ്റെ ജേഴ്സി വിതരണം ക്യാപ്റ്റൻ ആർദ്രയ്ക്കും വൈസ് ക്യാപ്റ്റൻ ജീസ് മരിയയ്ക്കും നൽകിക്കൊണ്ട് സ്മിത ടീച്ചർ നിർവഹിച്ചു. ജില്ലാ ടീമിനൊപ്പം സബീഷ് മാസ്റ്റർ, സീനിയർ കോച്ച് ജോസ് റാഫേൽ, അസിസ്റ്റന്റ് കോച്ച് റോഷൻ, ടീം മാനേജർ സെലി ടീച്ചർ, സ്മിത ടീച്ചർ എന്നിവർ ഉണ്ടായിരുന്നു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ ജീവിതോത്സവം 2025 പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ KP ലിയോ, പ്രോഗ്രാം ഓഫീസർ സംഗീത ചന്ദ്രൻ, മദർ PTA പ്രസിഡന്റ് നിജി വത്സൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും ഒന്നിച്ചു ചേർന്ന് മനുഷ്യ വലയം തീർത്ത് നല്ലൊരു നാളേക്കായി പ്രതിജ്ഞയെടുത്തു. സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 14 വരെ 21 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന വിവിധ ചലഞ്ചുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൗമാരക്കാരിലെ ലഹരി ഉപയോഗം, ഡിജിറ്റൽ അഡിക്ഷൻ, ആത്മഹത്യാ പ്രവണത, അപകടകരമായ ആക്രമണ വാസന തുടങ്ങിയ വിപത്തുകൾക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മൂർക്കനാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം ജീവിതോത്സവം 2025 ഭാഗമായി അനുദിനം കരുത്താകാം കരുതലേകാം 21 ദിന ചലഞ്ചുകളുടെ ക്ലസ്റ്റർ തല ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ നസീമ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KA വർഗീസ് സ്വാഗതം പറഞ്ഞു. NSS ഇരിഞ്ഞാലക്കുട 2 ക്ലസ്റ്റർ കൺവീനർ സന്ധ്യ PP പദ്ധതി വിശദീകരണം നടത്തി. PTA പ്രസിഡന്റ് ഷീജ സന്തോഷ്, മാനേജ്മെന്റ് ട്രസ്റ്റി പോളി അടിയാട്ടിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ബെസ്റ്റ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ടീച്ചർ അവാർഡ് കരസ്ഥമാക്കിയ മൂർക്കനാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KA വർഗീസ് മാസ്റ്ററെ യോഗത്തിൽ ആദരിച്ചു. പ്രോഗ്രാം ഓഫീസർ ജെയിംസ് ജോൺ പെങ്ങിപ്പറമ്പിൽ നന്ദി പറഞ്ഞു. കൗമാരക്കാരുടെ വ്യക്തിത്വം സമഗ്രമായി സ്ഫുടം ചെയ്തെടുക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ജീവിതോത്സവം 2025. കൗമാരക്കാരിലെ ലഹരി ഉപയോഗം, ഡിജിറ്റൽ അഡിക്ഷൻ, ആത്മഹത്യാ പ്രവണത, അപകടകരമായ ആക്രമണ വാസന തുടങ്ങിയ വിപത്തുകൾക്ക് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ജീവിതോത്സവം 2025 21 ദിന ചലഞ്ചിൻ്റെ പ്രചരണാർത്ഥം വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ജനപ്രതിനിധികളും തദ്ദേശവാസികളും ഒരുമിച്ച് കാഹളം മുഴങ്ങട്ടെ എന്ന പേരിൽ മനുഷ്യച്ചങ്ങല തീർക്കുകയും ചെയ്തു. കോഴിക്കോട് സർവകലാശാല ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യൂണിവേഴ്സിറ്റി പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പിൽ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. നാട്ടിക ശ്രീനാരായണ കോളേജിനാണ് 2ാം സ്ഥാനം. മമ്പാട് MES കോളേജ്, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊഴിഞ്ഞാമ്പാറ എന്നീ കോളേജുകൾ 3ാം സ്ഥാനം പങ്കിട്ടു. ചാലക്കുടി ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS ദിനാചരണം സംഘടിപ്പിച്ചു. ജീവിതോത്സവം 2025 കാഹളം മുഴങ്ങട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ അവബോധവും പരിശീലനവും ഉറപ്പുവരുത്താൻ ഉതകുന്ന രീതിയിലാണ് 21 ദിന പരിപാടി NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ചാലക്കുടി DYSP C ബിജുകുമാർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷൈബു പുത്തൻപുരയ്ക്കൽ, ലിജോ ജോസ്, നടുമുറ്റം സാംസ്കാരിക സമിതി ചെയർമാൻ വിൽസൺ മേച്ചേരി, അധ്യാപകരായ PV ദിവാകരൻ, വിനോദ് തോമസ്, NSS പ്രോഗ്രാം ഓഫീസർ അനിത PK എന്നിവർ സംസാരിച്ചു. പല സ്ഥലത്തും കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് പിടിക്കപ്പെടുന്നുണ്ട്, അധ്യാപകർ നോക്കുന്നുണ്ട്. പലപ്പോഴും പല സ്ഥലത്തും അധ്യാപകർക്ക് കൂടുതലും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,575 രൂപ, പവന് 84,600 രൂപ. സ്വരം നിലാവിനെ
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പഞ്ചായത്തിലെ വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ ഉപയോഗിച്ച് പറപ്പൂക്കര പഞ്ചായത്തിലെ നെല്ലായി വയലൂർ റോഡിന്റെ നവീകരണം ആരംഭിച്ചു. ആയുർവേദം മാനവരാശിക്കും മനുഷ്യനും എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ആയുർവേദ ദിനത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ജീവിതോത്സവം 2025 പദ്ധതിക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.